ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഭയങ്കര മടിച്ചേണ്ട അമ്മട്ടമ്മ. എന്ത് എത്ര ദിവസമായി അമ്മേനൊക്കെ കണ്ടിട്ട്? എന്താ അമ്മ കളിക്കാൻ നിൽക്കുക? അതെ, ഒന്ന് മിണ്ടരുത്. എക്സ്ക്യൂസ് ഒന്നും ഇവിടെ വേണ്ട. അത് വേണ്ട പറയണ്ട. ഒരു ദിവസം ശിവരാത്രി, അത് അങ്ങനെ പോയോ? പിന്നെ ഒരു ദിവസം ചെക്കപ്പിന്, അത് ചെയ്യേണ്ടത് തന്നെയല്ലേ? ശിവരാത്രിക്ക് അമ്മ ഉറക്കം ഒഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അരിഭക്ഷണം ഒന്നും ഞങ്ങൾക്ക് തരാണ്ട് കൂർക്കം വെച്ച് കിടന്നുറങ്ങിയില്ലേ അമ്മ? സത്യം പറ. എന്ത് കുറെ നേരം ഇരുന്നു? 12:30 മണിയാകുമ്പോഴേക്കും ഒരാൾ കൂർക്കം വലിക്കുന്നത് കണ്ടു. ഞാൻ വിചാരിച്ചു എന്താ അത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത്. അതൊന്നും എണ്ണി പറയരുത്. ഭക്ഷണമില്ല എന്നാണല്ലോ, പക്ഷെ അതൊക്കെ തന്നു. ഞാനേ ഒരു കാട്ടുപോത്ത് വന്നിറങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് ലൈറ്റ് ഇട്ട് വീടിന്റെ ചുറ്റം നോക്കുക. അപ്പൊ എൻ്റെ അമ്മ കൂർക്കം വലിച്ച് കിടക്കുക. ആക്കിയില്ല അതുപോലൊരു സൗണ്ട് വേണ്ട. പണ്ടത്തെ എന്താ പറയാ, ഈ ട്രാക്ടർ കണ്ടം പൂട്ടുമ്പോ ഇങ്ങനെ കുണ്ടില് ചാടുമ്പോൾ സൗണ്ട് വരില്ലേ, അങ്ങനെ ഒരു സൗണ്ട്. അപ്പോഴേ നമുക്ക് എന്തെങ്കിലും മീൻകറി വെക്കാം. മീൻകറി എപ്പോഴും വെക്കും, ചെറിയ ചെറിയ വ്യത്യാസത്തിൽ ഒരു മീൻകറി. അതിന് അപ്പൊ അതിന് വേണ്ട സാധനങ്ങള്: മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ജീരകം, ഉലുവ, പുളിവെള്ളം, നാളികേരപ്പാൽ. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ കടലിൽ പോയിട്ട് അയില പിടിക്കാൻ പറ്റും. അമ്മയല്ലേ പറഞ്ഞ അയിലയാണ് അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞ, അത് കറി വെക്കാൻ വേണ്ട സാധനങ്ങൾ. ഓ അങ്ങനെ. ഇത് വേറെ ആരും കേൾക്കണ്ടാട്ടോ. ഇതൊക്കെ എടുത്തിട്ട് കടലിൻ്റെ അടുത്ത് പോയിരുന്ന അയില വന്ന് ചട്ടിയിൽ വീടുന്നു വിചാരിക്കുക ആൾക്കാർ. വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത് കേട്ടോ. അമ്മ ഇപ്പോ എന്തെന്നെ പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കാറില്ല. അതാണ് എനിക്ക് അമ്മേനോട് ദേഷ്യം. എന്തെന്നെ പറഞ്ഞാലും കേൾക്കാറില്ല. രണ്ട് അഭിപ്രായം പറയും അമ്മ. രണ്ട് അഭിപ്രായം പറയും. അത് പറ്റില്ല പറയും, അത് ശരിയില്ല പറയും, അത് ആവില്ല എന്ന് പറയും. എന്നിട്ട് അമ്മയോ ഉറക്കൊഴിക്കണത് കുഴപ്പമില്ല. എന്നോട് ഉറക്കൊഴിക്കാൻ പറഞ്ഞോ അമ്മ? പറഞ്ഞോ? എന്നിട്ട് ഉറക്കൊഴിക്കാൻ പറഞ്ഞാൽ ഗുരുവിനെ പോയിട്ട് കിടന്നുറക്കാൻ പാടുമോ? അമ്മ ഇങ്ങനെ വയ്യ എന്ന് പറഞ്ഞിട്ട് വയ്യായ്മയാണ്. ആണോ? പാവം കേട്ടോ. പക്ഷേ ഈ കേൾക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് വളരെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അതറിയോ അമ്മയ്ക്ക്? ഇത് എന്തിനാന്ന് പറയേ? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരം ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് മനുഷ്യന് അത്യാവശ്യമായ കാര്യമാണ്. എന്തിനാണെന്നറിയോ അമ്മയ്ക്ക്? അമ്മയുടെ ഈ ചെവി കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെവിനെ? അപ്പൊ ഈ രണ്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പൊ അതിലൊരു സംഭവമുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ചെവി എന്ന് പറയണത് നിങ്ങൾക്കൊക്കെ നമ്മള് വാക്കിന് ഭയങ്കര വില കൊടുക്കും. കണ്ണിന് സൗന്ദര്യം എന്ന് പറയും, മൂക്കിന്റെ സൗന്ദര്യത്തിനെ പറ്റി പറയും, അങ്ങനെ എല്ലാത്തിൻ്റെയും പറയും. ചെവിനെ പറ്റി നമ്മൾ പറയാറില്ല. ചെവിനും പറയും. അതിനല്ലേ ഇവിടെ ഒരു കമ്മല്, ഇവിടെ ഒന്ന് കുത്തി, ഇവിടെ ഒന്ന് കുത്തി, അത് ചെവിയുടെ ഭംഗിക്കല്ലേ. അതിന്റെ പൂർണ്ണമായി നമ്മൾ ചെവിക്ക് അത്ര ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ മുഖം വെളുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണ പോലെ ചെവി വെളുക്കാൻ വേണ്ടി ചെയ്യാറില്ല. അത് ഇട്ടതിന് ശേഷം ഞാൻ ഈ ചെവി അപ്പൊ ഇനി ഈ ചെവി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില. അവര് പറയും, ചേച്ചി ഈ അയില മത്തി അല്ലാത്ത മീൻ നിങ്ങൾ കാണാറില്ലേ? നിങ്ങളുടെ കണ്ണിൽ ഇത് പെടാറില്ലേ? ഇതല്ലാണ്ട് വേറൊരു മീൻ നിങ്ങൾ കാണിക്കണേ ഇല്ലല്ലോ. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. മാർക്കറ്റിൽ ഇതൊന്നും കാണാറില്ലേ? മീനെന്ന് പറഞ്ഞ അയിലയും കൊണ്ട് വരും. എന്തൊരു കഷ്ടാണ് ചേച്ചി. പിന്നെ എന്തെന്നെ പറഞ്ഞാലും ആൾക്കാരെ മയക്കാനുള്ളൊരു ചിരി കിട്ടി. അത് ആ ചിരി അങ്ങോട്ട് ചിരിച്ചാൽ അവർക്ക് തോന്നും പാവാണ് ഈ അമ്മ, എന്തോ ചെയ്തിട്ട് പോട്ടെ എന്ന്. മനസ്സിലായോ? ഒരുപാട് അവരൊന്നും പരിഹസിക്കണ്ട കേട്ടോ. അവരൊക്കെ ബുദ്ധിയുള്ളതാ. പരിഹസിച്ചതല്ല, അമ്മേനെ കണ്ടവര് തെറ്റിദ്ധരിക്കും പാവാണ്. പാവല്ലടാ. എന്താ
ഏതപ്പം ഞാൻ വേണ്ടാത്തതിന് പാവം എന്നൊക്കെ പറഞ്ഞാൽ പാവാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നും പറയാ അതേന്നും പറയാ. അതെന്താ അല്ലാന്ന് പറയാ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പാവമല്ല, അതേന്ന് പറയുകയാണെങ്കിൽ അഹങ്കാരിയല്ല, മിഡിൽ മിഡിൽ. മനസ്സിലായില്ലേ? അമ്മയല്ലേ എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞാൽ നടക്കുന്നത് നുണ പറയാൻ മോനെ, ആവശ്യത്തിന് കൂടുതൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അത്യാവശ്യത്തിന് നുണ പറയാന്നല്ലേ. ഇപ്പൊ ഞാൻ അത്യാവശ്യത്തിന് അങ്ങനെ നുണ പറയാൻ പറ്റും. ഇപ്പൊ അത്യാവശ്യം ഒന്നുമില്ലല്ലോ. അങ്ങനെ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയാൻ പാടുമോ? അത് നമ്മളെ ആരാണ് പറഞ്ഞു തന്നത്? അങ്ങനെ അല്ല, ആരാണ് നുണ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നത്? അവന്റെ അടുത്ത് തന്നെ പോയിട്ട് നുണ പറയാൻ പാടുമോ? പാവല്ല, എന്നാലും പാവാണ്. അത്യാവശ്യത്തിന് വേണ്ട ഉപ്പിട്ടു. എന്നാ പൂർണ്ണമായിട്ട് പാവാണോ? അല്ല. എന്നാ പൂർണ്ണമായിട്ട് വല്ല അഹങ്കാരം ഉണ്ടോ? അത് തീരെയില്ല. അഹങ്കാരമില്ല. അതന്നെയാണ് പാവം എന്ന് പറയാ, അഹങ്കാരം ഇല്ലാത്തവര്. എന്തിനാ അഹങ്കാരം? ഇനിത് നന്നായി ഒന്ന് തിളക്കട്ടെ. ഇനി എന്ത് വേണമെങ്കിലും. ഇപ്പൊ ഞാൻ ചെവിനെ പറ്റി പറഞ്ഞത് വിശദമായി അമ്മ കേൾക്കുകയാണെങ്കിൽ വിശാലമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അമ്മ ചോദിക്കരുത് ഏത് വിശാലിൻ്റെ അടുത്ത് വിശാലമായിട്ടാണ് നീ പറഞ്ഞുതരാം, അങ്ങനെയൊന്നും പഴയ ജോക്കൊന്നും അടിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അമ്മയുടെ ഒരു ചെവി ഉണ്ടല്ലോ, ഒരു ചെവി. അമ്മക്ക് ഇനിയൊരു ചെവിയും കൂടി ഉണ്ടല്ലോ. രണ്ട് ചെവി ഉണ്ട്, അത് പറഞ്ഞാൽ മതി. ഒരു ചെവി ഉണ്ടല്ലോ, പിന്നെ ഒരു ചെവി കൂടി ഉണ്ടല്ലോ, അങ്ങനെ തന്നെ പറയാം. അമ്മക്ക് രണ്ട് ചെവി ഉണ്ടല്ലോ. ആ രണ്ട് ചെവിയിൽ ഒരുമിച്ച് വെച്ചപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? വെക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പുറത്തെ ചെവിയുടെ ഒരു ഫോട്ടോ പിടിക്കുക, അപ്പുറത്തെ ചെവിയുടെ ഒരു ഫോട്ടോ പിടിക്കുക. ഇന്നലെ രണ്ട് ഫോട്ടോ കൂടി ജോയിന്റ് ചെയ്യുക. ജോയിന്റ് ചെയ്തിട്ട് നോക്കൂ, ആ ചെവിക്കൊരു ഹൃദയത്തിന്റെ ഷേപ്പായിരിക്കും. യഥാർത്ഥത്തിൽ ചെവിക്ക് നോക്കിക്കോളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മൊബൈലിൽ ഫോട്ടോ പിടിക്കുക, അവനവൻ്റെ ചെവി, അപ്പുറത്തെ ചെവിയും പിടിക്കുക. രണ്ട് ചെവിയും കൂടി ഫോട്ടോ പിടിച്ചിട്ട് ആ രണ്ട് ഫോട്ടോയും കൂടി ജോയിന്റ് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഹൃദയത്തിൻ്റെ രൂപമായിരിക്കും. എന്തുകൊണ്ടാണ് സർവശക്തനായ തമ്പുരാൻ ഈ ചെവിക്ക് ഹൃദയത്തിൻ്റെ രൂപം കൊടുത്തെന്നറിയോ അമ്മയ്ക്ക്? അറിയില്ലല്ലോ. പറഞ്ഞുതരാം. കാരണം എന്തറിയോ? അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടാവണമെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പെരുമാറണം. നല്ല രീതിയിലെ പെരുമാറ്റത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? നമ്മുടെ സംസാരത്തിൽ നിന്നാണ്. ഈ സംസാരം ചെന്നെത്തുന്നത് എവിടെയാണ്? ചെവിയിലാണ്. ചെവിയിൽ നിന്നാണ് ഹൃദയത്തിലേക്കുള്ള യാത്ര. മനസ്സിലായില്ലേ? അപ്പോൾ ചെവി എന്ന് പറയണത് നമ്മുടെ ഹൃദയത്തേക്കുള്ള വഴിയാണ്. മനസ്സിലായില്ലേ? അതായത് ഈ സുഖിപ്പിക്കുന്നത് സ്നേഹമുള്ള വർത്താനോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയിലൂടെ കേട്ട് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കും. ഒരാളുടെ ഹൃദയം കീഴടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെവിയുടെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഒരു വാക്കിലൂടെ, പെരുമാറ്റത്തിലൂടെ. എന്താ നമ്മുടെ പെരുമാറ്റം? ഇരിക്കുന്നേരും നിൽക്കുന്നേരും നടക്കുന്നേരും ആണോ പെരുമാറ്റം? നമ്മുടെ സംസാരത്തിലാണ് പെരുമാറ്റം. ഒരു മനസ്സിനെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് എന്താ പറയാ, അത് മാത്രമല്ലല്ലോ. ഒരു സംസാരം, ഒരു ഹൃദയത്തെ കീഴടക്കാന്ന് പറഞ്ഞാൽ അയാളുടെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവർ നൽകിയ ബഹുമാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെയൊക്കെയാണല്ലോ. അതൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ചെവി നമ്മുടെ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ മനസ്സിലാക്കി തരാം? കണ്ണുകൊണ്ട് അങ്ങനെയൊക്കെ അടക്കിയ തുറക്കുക ചെയ്യൂ. ഞാൻ പറഞ്ഞുതരാം, ചെയ്യൂ. അല്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാവൂ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ സംസാരം ഈ ചെവി കേട്ടില്ലെങ്കിൽ എന്താണ് പറയണമെന്ന് നമുക്ക് മനസ്സിലാവും, പൂർണ്ണമായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മുടെ സത്യസന്ധതയായ കാര്യങ്ങളാവട്ടെ, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ ആ തെറ്റ് ഞാൻ ചെയ്തു പോയി എന്നുള്ള ക്ഷമാപണം, ഇതിനൊക്കെ ആവശ്യം വരുന്നത് ചെവിയാണ്. അപ്പോൾ ചെവി എന്ന് പറയണത് യഥാർത്ഥത്തിൽ ഏതൊരു വ്യക്തിയുടെ ഹൃദയം കീഴടക്കണമെങ്കിൽ ചെവിയുടെ അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ ഹിയർ എന്ന് പറയും, ഹൃദയത്തിൻ്റെ ഹാർട്ട് എന്ന് പറയും. ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒരു ടീയുടെ വ്യത്യാസം. എന്താണ് ഈ ടീ? എന്തുകൊണ്ടാണ് ഹൃദയത്തിനൊരു ടീ കൂടുതൽ കൊടുത്തത്? എന്തുകൊണ്ടാണ് ഈ ചെവിക്കൊരു ടീ കുറവ് കൊടുത്തത്? കാരണം ഈ ചെവി ആ പ്രയത്നം ചെയ്യണം. എന്താണ് പ്രയത്നം എന്നറിയോ അമ്മയ്ക്ക്? ടച്ച്, ടോക്ക് ആൻഡ് ട്രൂത്ത്. മനസ്സിലായില്ലേ? സ്പർശനം പക്ഷേ സ്നേഹത്തിൻ്റെ സ്പർശനം ഏൽപ്പിക്കുക. സത്യം നമ്മുടെ മനസ്സിലെ കീഴ്പ്പെടുത്തും. ഒരു സത്യം പറയുക, ഒരു നമ്മുടെ അവിടെ എന്നും സത്യം പറയുന്ന ഒരു വ്യക്തി, അതുപോലെ സത്യമായ വാക്കുകൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാവും. സത്യസന്ധനാണ് പറഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എന്താ പറയുക, ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് ചെവി വേണം. അപ്പോൾ ഈ ചെവിക്കൊരു ടീ കൊടുക്കുമ്പോൾ ആ ടീൻ്റെ അർത്ഥമാണ് അവിടെ പോയി ചെന്ന് നിൽക്കുന്നത്. മനസ്സിലല്ലേ? ട്രൂത്ത്, ടച്ച്, ടോക്ക്, സംസാരം, സത്യം, പിന്നെ സ്പർശനം. സ്പർശനം പറഞ്ഞാൽ
കയ്യിലുള്ള സ്പർശനമല്ല, ചെവിയിലൂടെ, ശബ്ദത്തിലൂടെയല്ല, ഹൃദയത്തിലേക്കുള്ള സ്പർശനത്തിൻ്റെ വഴിയാണ് ചെവി. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ അറിഞ്ഞു വെച്ച പേര് ഇയർ ഹാർട്ട്. ഹിയർ ഇസ് ദ വേ ടു ഹാർട്ട്. മനസ്സിലായില്ലേ? ഇപ്പം ചെവിയുടെ മഹത്വം നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ചെവിയിലൂടെ ദൈവം കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കണത്? ദൈവം കാണട്ടെ എന്ന് പറയണേക്കാളും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് എന്താ പറയാ? ദൈവം കേൾക്കട്ടെ. ദൈവത്തിനൊരു ചെവി ഉണ്ടെങ്കിൽ ദൈവം ഇത് കേൾക്കട്ടെ. ദൈവം കാണട്ടെ എന്ന് പറയണത് ഞാൻ എങ്ങനെയാണ്, ദൈവം എന്നൊന്ന് കണ്ടോട്ടെ, കണ്ടിട്ട് എന്താച്ചാ ചെയ്തോട്ടെ അല്ലേ? അതാണ്. അപ്പൊ ഈ ചെവിക്ക് ഇത്രയും വലിയ അർത്ഥം ഉണ്ടാകുന്ന നമുക്ക് നേരത്തെ അറിയണ്ടായിരുന്നോ? അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇത്ര ബുദ്ധിയുണ്ട് നമുക്ക് ബോധ്യമായല്ലോ. അപ്പൊ ഞാൻ അമ്മേനോട് പറയണത് ഇത്തിരി മഞ്ഞപ്പൊടിയും ഒരു നുള്ള മുളക് പൊടിയും കൂടി വരട്ടി വെച്ചാൽ എന്താ പറയുക, മീനിന്റെ ഒരു മണല്ലേ, ഒരു ഉളുമ്പ് മണം ഉണ്ടാവും, അത് പോകും. കുറച്ച് നേരം അങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ അമ്മേനോട് എപ്പോഴും പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കണമെന്ന് വിചാരിക്കും. നമ്മളൊരാളെ നമ്മുടെ വീട്ടിലെ അംഗാവട്ടെ, പുറമേ നിന്നുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാവട്ടെ, അവൻ്റെ സംസാരം നമുക്ക് ഇഷ്ടപ്പെട്ടതാവണേന്ന് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ചെവി എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതിൻ്റെ കേൾവികൾ ഒരാൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന സ്വരങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ എന്താന്ന് പറഞ്ഞാൽ വാളയാർ വഴി വളഞ്ഞു വന്ന് തൃശ്ശൂർ എത്തിയത് മാത്രം, അത്ര തന്നെ. ആഹാ, അപ്പോൾ ദൈവം ഈ പ്രാർത്ഥന എന്നും കേൾക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. പ്രാർത്ഥന എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ഒരുപാട് ചുറ്റു പ്രതിസന്ധികളാണ്. എങ്ങനെ നമ്മളിത് മുന്നോട്ട് നീങ്ങുന്നു പറയാ നമുക്ക് ഒരു പിടി കിട്ടുന്നില്ല. ദൈവമേ, ഈ കഷ്ടതകളിൽ നിന്ന് എങ്ങനെയാ ഞാനൊന്ന് കരകയറുക, അങ്ങനെ ഒരുപാട് പരിതപിക്കുന്ന സമയം. എന്താ ചെയ്യാ? നമ്മുടെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരും കൂടി നമ്മുടെ കൈ പിടിക്കില്ല എന്ന് ഉറപ്പ് വരുന്ന സമയം, നമ്മുടെ ഏറ്റവും കൂടുതൽ ഇവർ നമ്മളെ സഹായിക്കുന്ന വിശ്വസിക്കുന്ന ആൾക്കാരും കൂടി മുഖം തിരിച്ച് സഹായിക്കാൻ ഉണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാണ്ട് പോകുന്ന സന്ദർഭങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചോദ്യം, ഇല്ലേ? എല്ലാം കൊണ്ടും ഏത് കഷ്ടതയിൽപ്പെട്ടാലും ദൈവമേ, ഞാൻ ഇതുകൊണ്ട് എങ്ങനെ കരകയറും, ഞാൻ എന്തു ചെയ്യും എന്ന് ഒരുപാട് ഇങ്ങനെ പരിതപിച്ച് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ ആരും സഹായിച്ചില്ലെങ്കിലും ഭഗവാനോട് നമ്മൾ പറഞ്ഞാൽ ഭഗവാൻ ഒരു വഴി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കാരണം അല്ലാണ്ട് ഒരാളും നമ്മളെ സഹായിക്കാനില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഞാനൊരു കഥ പറയാം. അതായത് ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ഒരാൾ, ആ അച്ഛനായിരുന്നു ആദ്യം ആ മെഡിക്കൽ സ്റ്റോർ നടത്തിയിരുന്നത്. അപ്പോൾ അച്ഛൻ ഭയങ്കര ദൈവഭക്തനായിരുന്നു. അതായത് നല്ല ഭക്തി വന്ന ആ മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ. അവിടെ പ്രാർത്ഥിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആൾ എല്ലാ ദിനചര്യയും തുടങ്ങുള്ളൂ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്ഛന് വയസ്സായപ്പോൾ അത് മകൻ ഏറ്റെടുത്തു. അപ്പോൾ മകൻ എന്നും കടയിലേക്ക് വരുമ്പോൾ അച്ഛൻ പറയും, മോനെ, ഭഗവാനോടുള്ള വിശ്വാസം ഉണ്ടാവണം എപ്പോഴും. ഏത് പ്രതിസന്ധിയിലും നിനക്ക് ഭഗവാനായിരിക്കും തുണ. അതുകൊണ്ട് നീ ഭഗവാനെ പ്രാർത്ഥിക്കണം. ഭഗവാനോടുള്ള നിൻ്റെ പ്രാർത്ഥന എന്നും നിരന്തരം നിനക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയും. പക്ഷെ മകൻ അത്രത്തോളം ഒരു ഭക്തിയൊന്നുമില്ല. മകൻ എന്താ പറയുക, ഞാൻ ചെയ്യുന്ന കർമ്മത്തിലാണ് ഞാൻ വിശ്വസിക്കുക എന്നുള്ളൊരു ഉദ്ദേശക്കാരനാണ്. അപ്പോൾ ഈ അച്ഛൻ എന്നും ഒരു കടയിൽ പോകുമ്പോൾ, മോനെ, നീ ഭഗവാനെ വിശ്വസിക്കണം കേട്ടോ, ഭഗവാനെ വിശ്വസിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം, നീ എന്ത് തുടങ്ങുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം. മകൻ അവിടുന്ന് തലയാട്ടിയിട്ടൊക്കെ വരും. പക്ഷെ മകൻ ഇവിടെ വന്ന വിളക്ക് കൊടുത്തൊന്നുമില്ല. ആ ഫോട്ടോ, ആ വിളക്കൊക്കെ അവിടെ ഉണ്ടാവും. അത് മാറാലൊക്കെ പിടിച്ചിങ്ങനെ എടുക്കുക എന്നല്ലാണ്ട് ആളതൊന്നും ചെയ്യില്ല. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരിക്കൽ സന്ധ്യാസമയമാണ്. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറൊക്കെ ഏതാണ്ട് അടയ്ക്കാറായൊരു സമയം. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്. അന്ന് മരുന്ന് മേടിക്കാൻ ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കൂട്ടി പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫോണുകൾ വരുന്നു, അതിൽ സംസാരിക്കുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു ചെറിയ ബാലകൻ കയ്യിൽ കുറച്ച് ചില്ലറ നാണയങ്ങൾ, അതായത് അമ്മയ്ക്ക് വയ്യ, വയറുവേദനയാണ്, അതുകൊണ്ട് ആ ചില്ലറ നാണയങ്ങൾ അയാളുടെ മുമ്പിൽ നീട്ടിയിട്ട് പറയും, എനിക്ക് വയറുവേദനയ്ക്കുള്ളൊരു എന്തെങ്കിലും ഒരു മരുന്ന് തരും, എൻ്റെ അമ്മ ഒരുപാട് വയറുവേദനിച്ച് പിഴയുകയാണെന്ന് പറയും. അവിടെ ഒരുപാട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് പറയും. അപ്പോൾ തരാമെന്ന് പറയും. എന്താ പറയുക, ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓരോന്ന് കൊടുക്കണം. തരാമെന്ന് പറയും. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അയാൾക്ക് ഏതെങ്കിലും ഒരു ഫോൺ വരും, അതെടുത്ത് സംസാരിക്കും. അങ്ങനെയാണ്. ആ സമയത്ത് ഈ കുട്ടി പറയും, അയ്യോ,
അതെ എനിക്ക് മരുന്നൊന്ന് തരുമോ, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു പറഞ്ഞപ്പോൾ ഇയാൾ ഈ കുട്ടിയെ നോക്കിയിട്ട് മരുന്ന് എടുക്കാൻ വേണ്ടി പോണ സമയത്ത് കറക്റ്റായിട്ട് കറണ്ട് കട്ട്. അപ്പോൾ ഇയാൾക്ക് ഈ കുട്ടികളെ ധൃതി പിടിക്കുകയല്ലേ ഞാൻ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇയാൾ വേഗം പോയിട്ട് ആ വയറുവേദനയുടെ മരുന്ന് എടുക്കാൻ അങ്ങനെ പോയില്ല, ആ സമയത്താണ് കറണ്ട് പോയത്. അപ്പോൾ ആ മരുന്ന് എടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കും. കുട്ടി അതുകൊണ്ട് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്ന സമയത്ത് അയാൾ നോക്കുമ്പോൾ ആ വയറുവേദനയുടെ മരുന്നിനടുത്ത് എലി വിഷം കഴിക്കുന്നുണ്ട്. അത് ഇയാൾ ആ മരുന്നിന് പകരം കൊടുത്തിരിക്കുന്നത് അതാണ് എലിവിഷം. വയറുവേദനയുടെ മരുന്നിന് പകരം എലിവിഷം. അയാൾക്ക് പെട്ടെന്ന് ദൈവമേ ഞാൻ എന്തായി ചെയ്തത്, അയ്യോ ഇരുട്ടത്തിൽ എനിക്ക് മാറിപ്പോയി മരുന്ന്, ആ കുട്ടി എവിടെയെന്ന് പറഞ്ഞ് ഇയാൾ വേഗം വന്ന് കുറേ ദൂരെ നോക്കും, ആ കുട്ടിയെ കാണില്ല. അപ്പോൾ ഇയാൾക്കാകെ ഞാൻ കാരണം ഒരു ജീവൻ പോയി കിട്ടുമല്ലോ ഭഗവാനെ, ആ കുട്ടി അതിൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി ഇത് കൊടുക്കില്ലേ, എന്താ സംഭവിക്കാന്ന് പറഞ്ഞ് അയാൾക്ക് എന്താ ചെയ്യണമെന്നുള്ള ഒന്നും മനസ്സിലാവില്ല അയാൾക്ക്. അപ്പം അയാൾ അച്ഛൻ പറഞ്ഞില്ലേ, നീ ഏതെങ്കിലും ഒരു കഷ്ടതയിലുള്ളപ്പോൾ നീ ഭഗവാനെ വിളിച്ച ഭഗവാനാണ് നിന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ ഇതില്ലേ. അതയാൾക്ക് ഓർമ്മ വന്നത് അയാൾ ആ ഫോട്ടോ എടുത്ത് നോക്കും. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ മാറാലൊക്കെ പിടിച്ച് കിടക്കാം. അയാൾ വേഗം ഒരു തുണി എടുത്ത് ആ ഫോട്ടോ ഒക്കെ തുടച്ച് ഒരു തിരി തെളിയിച്ചിട്ട് പറയും, ഭഗവാനെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഒരിക്കലും നിന്നെ വിശ്വസിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ നിന്നെ വിശ്വസിച്ച് നിന്നോട് പറയാണ്, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഈ അബദ്ധം കൊണ്ട് ആ ഒരു ജീവൻ പോകരുത്, നീ കാത്തു രക്ഷിക്കണം. ഈ വിശ്വാസം എൻ്റെ അച്ഛൻ എന്നും നിന്നെ വിശ്വസിച്ച ആളാണ്, എന്നോട് എന്നും പറയും, പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ മാത്രമേ വിശ്വസിച്ചുള്ളൂ. അപ്പോൾ നീ ഇന്ന് എന്നെ കാക്കണം, ആ ഒരു ജീവൻ നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഭഗവാനെ എന്ന് പറഞ്ഞ് മനമൊരുകി അയാൾ പ്രാർത്ഥിക്കും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അതേ സ്പീഡിൽ ഓടി വരുന്നു. എന്നിട്ട് പറയാ, അതെ ചേട്ടാ നിങ്ങളെ ആ നേരത്തെ തന്നെ മരുന്നില്ലേ, അത് ഒന്നും കൂടി തരുമോ? വിഷോ കേക്ക് ഞാൻ പറയട്ടെ. അപ്പൊ ആ മരുന്ന് ഒന്നും കൂടി തരുമോ? അപ്പോൾ ഈ കുട്ടി അതിൻ്റെ അമ്മയ്ക്ക് ആ മരുന്ന് കൊടുത്തോ? ഈ കുട്ടി പിന്നെന്താ വന്നിട്ട് വീണ്ടും ചോദിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, അതെ ഇപ്പം എൻ്റെ കാശില്ല, ഞാൻ പിന്നെ കാശ് കൊണ്ടുവന്നില്ല, എൻ്റെ ഉള്ള കാശ് കൊണ്ടുവന്നിട്ടാണ് അത് മേടിച്ചത്, എനിക്ക് ആ മരുന്ന് ഒന്നും കൂടി തരുമല്ലോ. അപ്പോൾ ഇയാൾ അന്തം വിട്ട് ഈ കുട്ടീനെ തന്നെ നോക്കുകയാണ്. അയാളുടെ മനസ്സിൽ ആ കുട്ടി ആ മരുന്ന് കൊണ്ടുപോയി കൊടുത്തു, വീണ്ടും അതിന് വന്നിരിക്കുന്നത് എന്താ എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുക. അപ്പോൾ ഈ കുട്ടി പറയും, ഞാനേ ആ മരുന്ന് കൊണ്ടുപോകുമ്പോൾ ഒരു കല്ല് തട്ടി ഞാൻ വീണു, അപ്പോൾ ആ മരുന്ന് കുട്ടി ഉടഞ്ഞു പോയി, പൊട്ടിപ്പോയി. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആ മരുന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതാണ് ആ പ്രാർത്ഥനയുടെ ഫലം. അയാളുടെ മനസ്സ്, ദൈവമേ എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്ത് സത്യമാണ്, നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ഇരുട്ടിൽ തപ്പുന്ന സമയത്ത് വെളിച്ചമായി വന്ന ദൈവം. ഞാൻ ഇത്രയും നാളും ദൈവത്തിനെ വിശ്വസിക്കാണ്ട് ഒരു വിളക്ക് പോലും തിരികൊടുത്താണ്ടോ ഒക്കെ ഇരുന്നു, പക്ഷേ എൻ്റെ പ്രാർത്ഥന ആ ദൈവം കേട്ടില്ലേ. ദൈവം തന്നെ എന്നെ ആ കുട്ടിക്ക് വേറെ നല്ല മരുന്ന് കൊടുത്ത് അയാൾ പൈസ ഒന്നും മേടിക്കാണ്ട് ആത്മഹത്യ. അപ്പോൾ ഭഗവാനെ വിശ്വസിച്ചാൽ ഒരിക്കലും ഭഗവാൻ നമ്മളെ കൈവിടില്ല. കാരണം ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ മനസ്സിൽ ഭഗവാനെ എനിക്ക് ആരുമില്ല എന്നെ രക്ഷിക്കുക, നീയേ ഉള്ളൂ എന്നുള്ള ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രാർത്ഥന, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പ്രാർത്ഥന ഒരിക്കലും ഒരു ഇതിലും നമുക്ക് പ്രാർത്ഥന ഇല്ലാണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനേ പറ്റില്ല. കാരണം പ്രാർത്ഥനയിൽ സത്യസന്ധമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ അതിലുണ്ടെങ്കിൽ ദൈവം കഴിയും. അതാണ് ഈ കഥയുടെ സാരാംശം. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ആലോചിച്ച് നോക്ക്. വിഷം കൊടുത്തതിന് അയാൾ ജയിലിലാവും, അതേപോലെ തന്നെ വിഷം കഴിച്ച ആ കുഞ്ഞിൻ്റെ അമ്മ മരിക്കും, ആ കുട്ടി അനാഥനാവും. അങ്ങനെ 3 പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു കൊണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചവർ ഒരു ദിവസം കണ്ണ് തുറക്കുമ്പോൾ ഇല്ലാണ്ടായി പോവുക എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അമിതമായിട്ട് നമ്മൾ ചിലരെ വിശ്വസിച്ചു. ആ കണ്ണടച്ച് ഇവർ നമുക്ക് ഉണ്ട് എന്നുള്ള വിശ്വാസത്തോട് കണ്ണടച്ച് വിശ്വസിച്ചവർ കണ്ണ് തുറന്ന ആവശ്യം വരുന്ന സമയത്ത് ഇല്ലാണ്ടാവുമ്പോൾ അപ്പോൾ നമുക്ക് കൂടെ നിൽക്കുന്ന ഒരേ ഒരു ശക്തിയുടെ പേരാണ് ദൈവം. കാരണം നിനക്ക് ആരുമില്ലാതാവുന്ന ഒരു സമയം വരും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് നട്ടം തിരിയണ സമയത്ത് നിന്നെ രക്ഷിക്കാൻ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വരും. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് വിശ്വസിച്ച ആൾക്കാരൊക്കെ ഒന്നിനുമല്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോകും. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ കരകയറി വന്നിട്ടുണ്ടെങ്കിൽ ആ കരകയറി വന്നതിൻ്റെ പേര് തമ്പുരാൻ തന്നെയാണ്, ദൈവം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉള്ളുരുകി വിളിക്കുന്നത് എപ്പോഴാണ്?
നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ എന്താ ഞാൻ ചെയ്യുക ദൈവമേ, നീ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ആ വിളി ഒരിക്കലും ദൈവം കേൾക്കാണ്ടിരിക്കില്ല എന്നതാണ് സത്യം. നമ്മുടെ തലയിലെഴുത്തിന് ഒരിക്കലും മാറ്റാൻ പറ്റിയില്ലെങ്കിലും അതിൽ ചില കറക്ഷനുകൾ ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. അതാണ് പ്രാർത്ഥനയുടെ ഫലം. ഇത് ഏതാണ്ടായോ? ഇതിനെ ഒന്നുകൊണ്ട് ചൂടായാൽ മതി. അപ്പം നമുക്കിതിൽ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഒന്ന് തള കയറിയാൽ മതി. എന്താ പറയുക, നാളികേരപ്പാലല്ലേ അത്. മറ്റേ വയറുവേദനയ്ക്ക് ചോദിച്ചപ്പോഴേ തിരക്കിൽ എലിവേഷം കൊടുത്തത് അമ്മയ്ക്ക് അറിയുന്ന ആരെങ്കിലും ആണോ? നമ്മുടെ ഫ്രണ്ട് മിറ്റാണോ? അല്ല, എന്റെ ഫ്രണ്ട് ആവാൻ സാധ്യതയില്ല. എന്താ അറിയോ, അവരുടെ അച്ഛൻ പ്രായമായതാണ്. അത് വേണമെങ്കിൽ എന്റെ ഫ്രണ്ട് ആയിരിക്കും, നിന്റെ ഫ്രണ്ട് ആയിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ ഫ്രണ്ട്സൊക്കെ അത്ര മോശ? അതല്ല, അത് ചെറുപ്പക്കാരനൊരു പയ്യനല്ല, അതെങ്ങനെ എന്റെ ഫ്രണ്ട് ആവാ? എന്റെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ അബോധാവസ്ഥയിൽ കൂടി എലിവേഷം കൊടുക്കില്ല. മെഡിക്കൽ ഷോപ്പിൽ എന്തിനാണ് എലിവേഷം വെച്ചത്? അതൊക്കെ ഉണ്ടാവും, അതൊരു കഥയല്ലേ. അല്ല, കഥയല്ല. സാധാരണ മെഡിക്കൽ ഷോപ്പിൽ എലിവേഷം ഉണ്ടോ? മെഡിക്കൽ വൈദ്യശാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കഥയല്ലേ. അല്ല, ചോദിക്കാൻ പാടില്ലല്ലേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്നെ അപമാനിക്കാനുള്ള ഒരു പരിപാടി നീ ചെയ്യരുത്. അത് ഞാൻ അംഗീകരിച്ചു തരില്ല. കഥയില് ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഞാൻ എന്ത് പറഞ്ഞ കറി ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ ഒരു കൂട്ടം ജനമുള്ള കാലം വരെ നീ എന്നെ ചോദ്യം ചോദിച്ച് നാണം കെടുത്തരുത്. എല്ലാരും വെക്കുന്ന കറി തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടല്ലേ എനിക്ക് വരാൻ പറ്റുമോ? ഇതിനും നീ കുറ്റം പറയരുത്. ഇല്ലില്ല, അതിനും ഞാൻ കുറ്റം പറയില്ല. മീൻകറി എല്ലാവരും ഇതേപോലെ തന്നെ. എന്തെങ്കിലും ഒന്നിന് നാളികേരടും, ഒന്നിന് നാളികേരപ്പാലിടും, ഒന്നിന് ഒന്നുമില്ല മുളക് പൊടി മല്ലിപ്പൊടി മാത്രം ഇടും, ഒന്നിന് മുളക് പൊടി മാത്രം ഇടും, ചിലതിന് പച്ചമുളക് ഇടും. അങ്ങനെ പല രീതിയിലാണ്. അല്ലാണ്ട് മീൻ കൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് വറക്കുക അല്ലേ? അപ്പൊ ഇതാണ് കറി. ക്യാബേജ് തോരനും കൂടി വെക്കും. പക്ഷെ ക്യാബേജ് തോരനൊക്കെ ഞാൻ എത്രയോ കാണിച്ചിട്ടില്ലേ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പൊ എല്ലാവരും ജീവിതത്തിൽ പ്രാർത്ഥന കൈവിടാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും സംഘർഷമായ നിമിഷങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ഒപ്പമുള്ളവരൊക്കെ നമ്മളെ കൈവിട്ട് പോയി എന്ന് തോന്നുന്നൊരു നിമിഷം, ആരും നമുക്ക് കൂട്ട് നിന്നില്ല എന്ന് തോന്നുന്നൊരു നിമിഷം, അന്ന് തകർന്നിരിക്കുന്ന നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളതൊന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രാർത്ഥന ദൈവം സ്വയം കേട്ടു എന്നാണ് അർത്ഥം. ആരും കേൾക്കാത്തത് ചിലപ്പോൾ ദൈവം കേൾക്കും, ആരും നൽകാത്തത് ആ പടച്ച തമ്പുരാൻ നൽകും. അതാണ് സത്യം. അത് പ്രപഞ്ച സത്യമാണ്, വിശ്വസിക്കണം. ആത്മാവിൽ നിന്നാവണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹൃദയം അറിഞ്ഞ് വിളിച്ച വിളി കേൾക്കാത്തവനല്ല ഈശ്വരൻ. അപ്പോൾ മീൻകറി, ക്യാബേജ് തോരൻ ഇതൊക്കെ കുട്ടി നിങ്ങൾ ഉപയോഗിക്കാൻ വരുന്നോ? വരൂട്ടാ, വരുമോ? എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ വരും. എല്ലാവരും കൂടിയിട്ടാണോ വരിക? ഓക്കെ, അപ്പൊ ബൈ.